ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു പഠിക്കും. നമ്മളിപ്പോൾ CA ഇന്റർമീഡിയറ്റിന്റെ ക്ലാസ്സസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലെ അഡ്വാൻസ്ഡ് അക്കൗണ്ടിംഗ് ആണ് ഇപ്പോൾ എടുക്കുന്നത്. ചാപ്റ്റർ 1 ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. 4 വീഡിയോസ് ആയിട്ട് നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് 5ാമത്തെ വീഡിയോ ആണ്. ഇതോട് കൂടിയിട്ട് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ AS എങ്ങനെയാണ് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ രാജ്യത്തിന്റെ കസ്റ്റംസ് ലോ അതുപോലെ തന്നെ ബിസിനസ് എൻവയോൺമെന്റ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് ഗ്ലോബൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അതായത് IFRS ആയിട്ട് കൺവേർജ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ AS ഇഷ്യൂ ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ഇന്ത്യ AS എങ്ങനെയാണ് ഇഷ്യൂ ചെയ്തത്, അതിന്റെ കൺവേർജൻസ് വിത്ത് IFRS, അതിന്റെ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അറിയാം, ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ട്രാൻസ്പെറൻസിയും അക്സെപ്റ്റൻസും ഒക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഗ്ലോബൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അവർ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് IFRS ആയിട്ട് കൺവേർജഡ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് മാത്രമേ ഗ്ലോബലി ഒരു ട്രാൻസ്പെറൻസി അക്സെപ്റ്റൻസും ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ICAI 2006 മുതൽ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ ഒരു 2011 മുതൽക്ക് IFRS കൺവേർജ്ഡ് ഇന്ത്യ AS ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് നോക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലത്തെ ചില ഇഷ്യൂസ് ഇൻക്ലൂഡിങ് നമ്മുടെ നാട്ടിലത്തെ ടാക്സ് ഇഷ്യൂസ് ഒക്കെ കാരണം അത് പോസ്റ്റ് പോൺ ചെയ്യാനുണ്ടായത്. 2014 ജൂലൈയില് അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന അരുൺ ജെയ്റ്റ്ലി അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിലെ ഇന്ത്യൻ കമ്പനീസിനെ എക്സിസ്റ്റിംഗ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് IFRS ആയിട്ട് കൺവേർജൻസ് ചെയ്യേണ്ടതിന്റെ അർജൻസി ഓർ ഇമ്പോർട്ടൻസ് അനൗൺസ് ചെയ്യേണ്ടായി. ആ ഒരു അനൗൺസ്മെന്റിന്റെ തുടർച്ചയായിട്ട് IFRS കൺവേർജ്ഡ് ഇന്ത്യ AS ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങി. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു IFRS കൺവേർജ്ഡ് ഇന്ത്യ AS നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്ത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന്റെ മാൻഡേറ്ററി ഫേസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1st April 2016 മുതലേക്കാണ്. പക്ഷെ 1st April 2015 വോളണ്ടറി ബേസിസിലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ASന്റെ ഇംപ്ലിമെന്റേഷൻ, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ ഇംപ്ലിമെന്റേഷന്റെ ഒരു റോഡ് മാപ്പ് ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ഘട്ടം ഘട്ടമായിട്ടാണ് നടപ്പിലാക്കിയത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1st April 2015 1st April 2015 ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ മാൻഡേറ്ററി ആയിരുന്നില്ല, വോളണ്ടറി ബേസിസിലായിരുന്നു. അതായത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം, അത്രമാത്രം. പക്ഷെ ബാങ്കിങ്, ഇൻഷുറൻസ്, NBFCs ഇതിന്റെ ഹോൾഡിംഗ് സബ്സിഡിയറി ജോയിന്റ് വെഞ്ചേഴ്സ് ഓർ അസോസിയേറ്റ് കമ്പനീസിനൊന്നും ഈ ഒരു വോളണ്ടറി ബേസിസിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്കറിയാം, ബാങ്കിങ് കമ്പനീസ് എല്ലാം റെഗുലേറ്റ് ചെയ്യണത് ആരാണ്? RBI ആണ്. RBI പറഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യ AS ബാങ്കിങ്ങിന് അപ്ലൈ ചെയ്യാനായിട്ട്, ബാങ്കിങ് ഇൻഡസ്ട്രീസിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനീസ് ഗവൺ ചെയ്യുന്ന ആരാണ്? IRDAI ആണ്. അപ്പൊ അവര് പറഞ്ഞാൽ മാത്രമാണ് ഇൻഷുറൻസ് കമ്പനീസിനും ഇത് അപ്ലിക്കബിൾ ആവുള്ളൂ. അതുപോലെ തന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിനും ഇത് അപ്ലിക്കബിൾ ആയിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ 3 സെക്ടേഴ്സിലുള്ള കമ്പനീസിനും ഒപ്പം ഈ പറഞ്ഞ 3 സെക്ടേഴ്സിന്റെ ഹോൾഡിംഗ്, സബ്സിഡിയറി, ജോയിന്റ് വെഞ്ചേഴ്സ് ഓർ അസോസിയേറ്റ് കമ്പനീസ് ആണെങ്കിൽ അവർക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല, വോളണ്ടറി ബേസിസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ബാക്കി എല്ലാ കമ്പനികൾക്കും വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഫേസ് 1 സെക്കൻഡ് ഘട്ടം തുടങ്ങിയത് എപ്പോഴാന്ന് വെച്ചാൽ 1st April 2016 മുതലാണ്. ഈ 1st April 2016 ചില കമ്പനികൾക്ക് മാൻഡേറ്ററി ബേസിസിൽ ഇന്ത്യ AS ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് മാൻഡേറ്ററി ബേസിസിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വന്നിട്ട് എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ കമ്പനികൾക്കാണ്? അതായത് ആദ്യമായിട്ട് തന്നെ വരുന്നത് കമ്പനീസ്, ലിസ്റ്റഡ് കമ്പനീസിന്റെ കാര്യമാണ് പറയുന്നത്. കമ്പനീസ് ലിസ്റ്റഡ് അല്ലെങ്കിൽ ഇൻ ദ പ്രോസസ് ഓഫ് ലിസ്റ്റിംഗ്, അതായത് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി ആണെങ്കിൽ, അതല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയാണെങ്കിൽ, ആ ഒരു പ്രോസസ്സിലാണെങ്കിൽ, അത് എവിടെയാണെങ്കിൽ മാത്രമല്ല, ഇന്ത്യയിലാണെങ്കിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലെ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി അല്ലെങ്കിൽ ഇൻ ദ പ്രോസസ് ഓഫ് ലിസ്റ്റിംഗ് ആണെങ്കിൽ ആ ഒരു കമ്പനിയുടെ നെറ്റ് വർത്ത് 500 crore മുകളിൽ വരുന്നുണ്ടെങ്കിൽ അവർക്ക് മാൻഡേറ്ററി ബേസിസിൽ ഇന്ത്യ AS അപ്ലിക്കബിൾ ആണ്. അതായത് ഒരു ഇന്ത്യൻ കമ്പനി ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, ഇന്ത്യയിലോ പുറമെയോ, ഇന്ത്യക്ക് പുറമേ ഉള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻ ദ പ്രോസസ് ഓഫ് ലിസ്റ്റിംഗ് ആണെങ്കിൽ, രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്?
INR 500 crore മുകളിലുള്ള നെറ്റ് വർത്ത് അവർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് മാൻഡേറ്ററി ആയിട്ട് ഇന്ത്യ AS അപ്ലിക്കബിൾ ആണ്. അവർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇന്ത്യ AS ഫോളോ ചെയ്യണം. രണ്ടാമതായിട്ട് വരുന്നത് അൺലിസ്റ്റഡ് കമ്പനീസ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ലിസ്റ്റഡ് കമ്പനീസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി വരുന്നത് അൺലിസ്റ്റഡ് കമ്പനീസ്. ഈ അൺലിസ്റ്റഡ് കമ്പനീസിന് 500 crore എന്ന INR മുകളിൽ നെറ്റ് വർത്ത് ഉണ്ടെങ്കിൽ അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിന് 500 crore INR മുകളില് നെറ്റ് വർത്ത് ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു ഇന്ത്യ AS ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് മാൻഡേറ്ററി ആണ്. ഇനി ഈ പറഞ്ഞ രണ്ട്, അതായത് ലിസ്റ്റഡ് ആയാലും അൺലിസ്റ്റഡ് കമ്പനിയാണ് 500 crore മുകളിൽ നെറ്റ് വർത്ത് വന്നിട്ടുണ്ട് എങ്കിൽ അവരുടെ പാരന്റ്, സബ്സിഡിയറി, അസോസിയേറ്റ്, ജോയിന്റ് വെഞ്ചേഴ്സ് കമ്പനീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവർക്കും ഇത് മാൻഡേറ്ററി ആണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് 2016 മാൻഡേറ്ററി ബേസിസിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള കമ്പനീസിന് ഏതൊക്കെയാണ്? കമ്പനീസ് listed or in process of listing on stock exchange in India or outside India having net worth of rupees 500 crore or more. രണ്ട്, unlisted companies having net worth of INR 500 crore or more. പിന്നെ parent, subsidiary, associate and joint ventures of above. ഇതിന്റെ സെക്കൻഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1st April 2017 മുതലാണ്. ഇവിടെ ഇനി വോളണ്ടറി ബേസിസ് അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും മാൻഡേറ്ററി ബേസിസിലാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 500 crore മുകളിലുള്ള ലിസ്റ്റഡ് കമ്പനീസിനാണ് മാൻഡേറ്ററി ആയിട്ടുള്ളത് എന്ന്. പക്ഷെ 2017 പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമ്പനീസിനും ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇന്ത്യയിലോ ഔട്ട്സൈഡ് ഇന്ത്യയിലോ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർ ഇൻ ദ പ്രോസസ് ഓഫ് ലിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ടെങ്കിൽ അവർ, അതായത് ഫേസ് 1 കവർ ചെയ്യാത്ത 500 crore താഴെയുള്ള കമ്പനീസിന്, എല്ലാ കമ്പനീസിനും നെറ്റ്വർക്ക് എന്താന്ന് നോക്കാതെ എല്ലാ കമ്പനീസിനും മാൻഡേറ്ററി ബേസിസിൽ ഇന്ത്യ AS ഫേസ് 2 മുതൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായി. അതുപോലെ തന്നെ അൺലിസ്റ്റഡ് കമ്പനി ആണെച്ചെങ്കിൽ അവർക്ക് നെറ്റ്വർത്ത് 250 crore മുകളിലാണ്, റുപ്പീസ് 250 crore മുകളിലാണ്. ഫസ്റ്റ് 500 crore താഴെയാണെച്ചെങ്കിൽ അവർക്കും എന്താണ്? മാൻഡേറ്ററി ബേസിസിൽ അപ്ലിക്കബിൾ ആണ്. 500 crore മുകളിലുള്ളവർക്ക് ഫേസ് 1 നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ 250 crore മുകളിലുള്ളവർക്കാണ് ഫേസ് 2 മുതൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇനി ഈ പറഞ്ഞ രണ്ട് സെറ്റ് ഓഫ് കമ്പനീസിന്റെ പാരന്റ്, സബ്സിഡിയറി, അസോസിയേറ്റ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ് ആണെച്ചെങ്കിൽ അവർക്കും മാൻഡേറ്ററി ആയിട്ട് 1st April 2017 മുതൽ ഇന്ത്യ AS അപ്ലിക്കബിൾ ആണ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു 3 പോയിന്റ് നമുക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ്, അതായത് ഇന്ത്യയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് അല്ലെങ്കിൽ ഇൻ ദ പ്രോസസ് ഓഫ് ലിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ അവർക്ക് മാൻഡേറ്ററി ബേസിസിൽ ഇന്ത്യ AS അപ്ലിക്കബിൾ ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെ ഇതിലൊരു എക്സംഷൻ ഉണ്ട്. അതായത് SMCs, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എക്സ്ചേഞ്ചില് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി ആണെച്ചെങ്കിൽ അവർക്ക് ഇത് റിക്വയർഡ് അല്ല, ഇന്ത്യ AS അപ്ലിക്കബിൾ അല്ല. വേണമെങ്കിൽ മാത്രം നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു കമ്പനീസ് എന്താണ് ഫോളോ ചെയ്യേണ്ടത്? അവര് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ഇനി അവർക്ക് ഇന്ത്യ AS ഫോളോ ചെയ്യണമെങ്കിൽ വോളണ്ടറി ബേസിസിൽ വേണമെങ്കിൽ ഫോളോ ചെയ്യാം. ഇനി ഒരിക്കൽ നമ്മൾ ഇന്ത്യ AS അപ്ലിക്കബിൾ അല്ലാത്ത ഒരു കമ്പനി അത് ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സബ്സിക്വന്റ് ഇയേഴ്സിലും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇന്ത്യ AS ഫോളോ ചെയ്ത് തന്നെ ആവണം. ഇനി ഈ ഒരു റോഡ് മാപ്പിൽ കവർ ആവാത്ത കമ്പനീസ് ഉണ്ടാവുമല്ലോ, ആ കമ്പനീസ് എന്ത് ചെയ്യും? ആ കമ്പനികൾ മുഴുവൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കമ്പനീസ് റൂൾസ് 2006 എക്സിസ്റ്റിംഗ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ആ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഇനി നമ്മൾ കുറച്ച് കമ്പനീസ് എക്സ്ക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ASന്റെ അപ്ലിക്കബിലിറ്റി പറയാതെ എക്സ്ക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ്, NBFCs. എന്താണ് ഈ NBFCs? NBFCs എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ കമ്പനീസ് ആണ്, പണമിടപാട് സ്ഥാപനമാണ്, പക്ഷെ അതൊരു ബാങ്ക് അല്ല. ഇവർക്കും ഘട്ടം ഘട്ടമായിട്ട് തന്നെയാണ് ഇന്ത്യ AS ഇംപ്ലിമെന്റ് ചെയ്തത്. അതിന് ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1st April 2018 മുതലാണ്.
ഫസ്റ്റ് ഏപ്രിൽ 2018 NBFCs ലിസ്റ്റഡ് ആണെങ്കിലും അൺലിസ്റ്റഡ് NBFCs ആണെങ്കിലും അവരുടെ നെറ്റ് വർത്ത് 500 crore മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ മാൻഡേറ്ററി ബേസിസിൽ അവർ ഇന്ത്യ AS ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു NBFCസിന്റെ ഹോൾഡിംഗ് സബ്സിഡിയറി ജോയിന്റ് വെഞ്ചേഴ്സ് ഓർ അസോസിയേറ്റ് കമ്പനി ആണെങ്കിൽ അവർക്കും ഇന്ത്യ AS ഫസ്റ്റ് ഏപ്രിൽ 2018 മുതൽ ആപ്ലിക്കബിൾ ആണ്. സെക്കൻഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഏപ്രിൽ 2019 മുതലാണ്. ഫസ്റ്റ് ഏപ്രിൽ 2019 മുതലേ NBFCs ലിസ്റ്റഡ് NBFC ആണെച്ചെങ്കിൽ അവർക്ക് 500 crore താഴെ നെറ്റ്വർത്ത് ഉള്ളെങ്കിൽ കൂടി, പക്ഷെ ലിസ്റ്റഡ് NBFC ആണല്ലോ, അപ്പൊ അവർക്ക് മാൻഡേറ്ററി ആയിട്ട് അപ്ലിക്കബിൾ ആണ്. 500 crore മുകളിലുള്ളവർക്ക് ഫസ്റ്റ് ഫേസിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പൊ നമ്മൾ ലിസ്റ്റഡിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അൺലിസ്റ്റഡ് NBFC ആണെച്ചെങ്കിൽ എങ്ങനെയാണ്? അൺലിസ്റ്റഡ് NBFCs ആണെച്ചെങ്കിൽ 250 crore മുകളിൽ നെറ്റ് വർത്ത് വന്നിട്ടുണ്ട്. 500 crore താഴെയാണ് നെറ്റ് വർത്ത്. 500 crore മുകളിലുള്ളവർക്ക് നമ്മൾ ഫസ്റ്റ് ഫേസിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ 250 crore മുകളിൽ ആണ് നെറ്റ് വർത്ത് വന്നിട്ടുള്ളതെങ്കിൽ അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ കൂടി, NBFC അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ കൂടി അവർക്ക് മാൻഡേറ്ററി ബേസിസിൽ അപ്ലിക്കബിൾ ആണ്. ഇനി ഈ പറഞ്ഞ കമ്പനികളുടെ ഹോൾഡിംഗ് സബ്സിഡിയറി ജോയിന്റ് വെഞ്ചർ അസോസിയേറ്റ് കമ്പനി ആണെങ്കിൽ അവർക്കും മാൻഡേറ്ററി ബേസിസിൽ ഇന്ത്യ AS ഫസ്റ്റ് ഏപ്രിൽ 2019 മുതൽ അപ്ലിക്കബിൾ ആണ്. ഇനി 250 crore താഴെയാണ് നമ്മളുടെ നെറ്റ്വർത്ത്, NBFCസിന്റെ നെറ്റ്വർത്ത് വന്നിട്ടുള്ളതെങ്കിൽ അവർക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഷെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഇന്ത്യ AS അപ്ലിക്കബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഏപ്രിൽ 2018 ഇന്ത്യ AS അഡോപ്റ്റ് ചെയ്യേണ്ട റിക്വയർമെന്റ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ആദ്യം ചർച്ച ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് ഡെഫർ ചെയ്ത് പോസ്റ്റ്പോൺ ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പൊ നിലവിലെ ഇന്ത്യ AS ഷെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് അപ്ലിക്കബിൾ അല്ല. അപ്പൊ റീജിയണൽ റൂറൽ ബാങ്ക്സ് അതുപോലെ തന്നെ അതർ കോപ്പറേറ്റീവ് ബാങ്ക്സ് അവരൊക്കെ ഈ ഒരു ഇന്ത്യ ASൽ നിന്ന് എക്സംപ്റ്റ് ആണ്. അപ്പൊ ബാങ്കിങ് ഇൻഡസ്ട്രീസ് പൊതുവെ ഈ ഒരു ഇന്ത്യ AS ഇപ്പോ യൂസ് ചെയ്യുന്നില്ല. അവരെല്ലാവരും എക്സിസ്റ്റിംഗ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഇൻഷുറൻസ് കമ്പനീസിന്റെ കാര്യം ബാങ്കിങ് പോലെ തന്നെയാണ്. അവരും ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഏപ്രിൽ 2018 ഇന്ത്യ AS ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അതായത് IRDA അത് പോസ്റ്റ്പോൺ ചെയ്തു. ഈ പറഞ്ഞ പോലെ തന്നെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് വരയ്ക്കും ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇന്ത്യ AS ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ CA ഇന്റർമീഡിയറ്റിന്റെ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിന്റെ വീഡിയോയിൽ കാണാം. താങ്ക് യു.